നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് മണർകാട്ടേക്ക് പോയ ഓട്ടോറിക്ഷയും മണർകാട് റൂട്ടിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് വന്ന ഹോണ്ട സിറ്റി കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. കാർ ഓടിച്ച ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. നിയന്ത്രണം വിട്ട് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു. ഓട്ടോറിക്ഷ പുതുപ്പള്ളി നിലയ്ക്കപ്പള്ളിക്ക് സമീപം കിടന്നോടുന്ന പിണ്ണാക്കുമല താമസിക്കുന്ന പുളിമൂട്ടിലെ സന്തോഷിന്റെ വണ്ടിയാണ്. സന്തോഷിന് നല്ല പരിക്കാണ്. ഒരു യാത്രക്കാരൻ മാത്രമുള്ളൂ. യാത്രക്കാരനും പരിക്കുണ്ട്. രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും എല്ലാവരും കൂടെ ഓടിക്കൂടി സന്തോഷിനെ ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയായിരുന്നു. സന്തോഷ് കാരണം ഹാൻഡിലൊക്കെ വന്ന് വയറെ പ്രസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടെ കൂടിയാണ് എടുത്ത് പെട്ടെന്ന് തന്നെ പഞ്ചായത്തിന്റെ ആംബുലൻസ് ഇവിടെ തൊട്ട് സമീപത്ത് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് അതേ കയറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിരിക്കുകയാണ്. ഹാൻഡിലെ ലോക്കായിട്ട് ഞങ്ങൾ വെട്ടിപ്പൊളിച്ചെടുക്കുകയാണ്. ആണല്ലേ? ഇവിടുന്ന് ഒരു കണ്ണാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പണിയാണല്ലോ ഓട്ടോയ്ക്ക്. നല്ല അവന് ഭയങ്കര അവൻ ഇറങ്ങാൻ പറ്റായിരുന്നു. ആണല്ലേ? 10-20 പേര് കൂടി ചവിട്ടി. ഇവൻ ഞെരുങ്ങിപ്പോ ഇവിടെ അല്ലേ? ഞെരുങ്ങിപ്പോയി. ഞങ്ങൾ മുന്നോട്ട് ചവിട്ടി 10-20 പേര് കൂടി. എത്ര സമയമായിരുന്നു അറിയോ? ഈ വണ്ടി ഒരാളെ ഉള്ളായിരുന്നു. ഒറ്റ യാത്രക്കാരനുള്ളത്. ആ ഡ്രൈവറെ ഇറക്കാൻ മേലായിരുന്നു, അയാളെ ഇറക്കാൻ മേലായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നത്? നേരെ മെഡിക്കൽ കോളേജിൽ. കാരണം അതിനപ്പുറത്തെ കേസ് പിടിക്കത്തില്ല. ആണല്ലേ? അതുപോലെ വരക്കും. കാരണം ഈ കാറെ മതിലിട്ട് വന്ന് ആദ്യം ഇടിച്ചിട്ട് ഈ ഓട്ടോയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് കാറ് വന്ന് മതിലിട്ട് ഇരിക്കുന്ന ഒറ്റത് ഇടിച്ചിട്ട് അതിലെ വന്നതല്ല, അവനിട്ട് കീറ് വരും. അത് ഒന്നേ ഇവര് ഉറങ്ങി വന്നേ. അത് എന്താ സംഭവിച്ചെന്നറിയാം. അവരോട് തന്നെ ചോദിക്കാം. ഈ ഇവിടെ ഇടിച്ചിട്ടുണ്ടോ മതിലുണ്ട്? ഇടിച്ചിട്ടാണ് ഈ കാർ ഇങ്ങനെ ഞങ്ങൾ ഇല്ലും ചവിട്ടിയില്ല. ആദ്യം ഇവിടെ ഇടിച്ചിട്ട് വണ്ടി മുന്നോട്ട് വന്നു. മെഡിക്കോളോ ഓട്ടോ ഇങ്ങനെ വെച്ചു. ഇതെന്താ സംഭവിച്ചത്? ഒരു ഓട്ടോക്കാരൻ ഇതിലേക്ക് കയറി വന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ആണോ? നിങ്ങളിവിടെ മതിലിന് ഇവിടെ ആദ്യം തട്ടിയോ ഇങ്ങോട്ട് തട്ടിയോ? അതോ ഇല്ല? വണ്ടി മതിലെ തട്ടിയിട്ടുണ്ട്. ഇല്ലല്ലോ, ആണ്ട് നോക്കി വണ്ടി മതിലെ തട്ടിയിട്ടുണ്ട് സാറേ. അത് ഇന്നത്തെ മാർക്കൊന്നും അല്ല. അല്ലല്ലോ, നിങ്ങളെ ആരവിടെ തട്ടിയതുകൊണ്ട് നിങ്ങളെ മതിലെ ഇടിച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് തന്നോ? ഇല്ല, മതിലെല്ലാം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എന്നാ ചുമ്മാതിരി സാറേ. ഓട്ടോയ്ക്ക് നേരിട്ട് ഇടിക്കുകയത്. ഓട്ടോ ഇതിലല്ലേ ഇടിക്കുന്നത്? ഓഹോ, ഫ്രണ്ടാണ് ഇടിച്ചത്. ഇടിച്ചിട്ടില്ല. അവിടെ നിങ്ങൾ എവിടെ സ്ഥലം? എവിടെ? ഞങ്ങളിത് ഇവിടെ ഭാഗത്താണ്. എവിടെ നിന്ന് വരെയായിരുന്നു നിങ്ങൾ? ഫ്രണ്ട് തട്ടിയിട്ടുണ്ടല്ലോ. മതിലെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. വണ്ടി ഇടിച്ചിട്ട് വണ്ടി മുന്നോട്ട് വന്നു. ഓട്ടോ ഇതിലെ വന്ന ഓട്ടോ അല്ലേ? പോലും ചെയ്തു. അതോ ആക്ച്വലി ഞങ്ങൾ ഇതിലെ വരുന്നു, ഓട്ടോക്കാരൻ ഇതിലെ വരുന്നു. അപ്പം നേരിട്ട് ഫേസ് ടു ഫേസ് ഓട്ടോയ്ക്ക് ഇടിക്കുകയായിരുന്നു. പോലീസ് വിളിച്ചായിരുന്നു. പോലീസ് ആണോ? സന്തോഷമൊക്കെ നമ്മുടെ ജോൺസൺ അലിയില്ല. അല്ല, ഈ ഓട്ടോ എവിടെ നിന്ന് വന്നോ? ഓട്ടോ പുതുപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് മണ്ണാട്ടിന് പോവാ. ഈ കാറല്ലേ? ഈ കാറുകാരാണോ അവിടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തോ സംഭവിച്ചു. അതെങ്ങനെ ഈ മൂലിക്കിട്ട് വണ്ടി ഇടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി എതിരെ വന്നിട്ടാ വണ്ടി ഇടിക്കുമ്പോ ടയർ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെ ഒരു ഓട്ടോയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച്
ഒരു യാത്രക്കാരി മരിച്ച വിവരങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം. ഏകദേശം 1 വർഷമായുള്ളൂ. ഈ സ്ഥലത്ത് തന്നെയാണ് അന്നും ഈ അപകടമുണ്ടായത്. അന്ന് ഞാൻ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അത് ഓർത്തിരിക്കുകയായിരുന്നു. അതിലും പോലീസൊക്കെ വന്നിട്ടുണ്ട്. വള്ളി ഇവിടുന്ന് ഒരു കണ്ണാടി ആരുടെ നിർത്തുക മെഡിക്കലിലൂടെ നേരെ മെഡിക്കലിലെ എടുക്കും അതുപോലെ മരിക്കുന്നു. അപ്പോൾ സന്തോഷിൻ്റെ കൂടെ പോയ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ വിളിച്ചായിരുന്നു. അവരെല്ലാം ഓട്ടോറിക്ഷ അവിടെ ഓടിക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ സന്തോഷിൻ്റെ പരിക്ക് വലിയ ഗുരുതരമല്ല, എന്നാലും അത്യാവശ്യം ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ പുറകിലിരിക്കുന്ന യാത്രക്കാരനും പരിക്കുണ്ട്. അപ്പം പേടിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. നിലക്കപ്പള്ളിയുടെ വാതിൽ കിടന്ന് ഓട്ടോ ഓടിയ സന്തോഷമാണ് എന്റെ വണ്ടിയാണ്. മെഡിക്കൽ കോളേജിനല്ലേ പോയിരിക്കുന്നത് അല്ലേ? മെഡിക്കൽ കോളേജിനല്ലേ പോയിരിക്കുന്നത്.